നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ദേശീയപാത വികസനം ഇനി എങ്ങനെ എന്ന് ചിലപ്പോഴെങ്കിലും നമുക്കെല്ലാവർക്കും തോന്നാറുണ്ട്. കാര്യം ഒരു യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടാവുകയും അന്ന് ഈ പറഞ്ഞിരിക്കുന്ന എനിക്കൊന്ന് 35 മീറ്റർ മറ്റോ ആയിരുന്നു. അതിൽ നിന്ന് 1 മീറ്റർ പോലും അധികം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലേത് എന്ന് ബോധിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ. എന്നാൽ അതോടുകൂടി സ്ഥലം ഏറ്റെടുപ്പ് എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടിരുന്ന ഒരു കാലം, അതായത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാലം. അതിനുശേഷം അവർ തീരുമാനിച്ചു എന്തു തന്നെയാണെങ്കിലും കേരളത്തിൽ ഈ പറയുന്ന ദേശീയപാത വികസനം അസാധ്യമായി തീരും, അതായത് ഒരു കാരണവശാൽ നടക്കില്ല, കാരണം സ്ഥലം ഏറ്റെടുത്ത് തരാൻ സർക്കാരിനെ കൊണ്ട് കഴിയില്ല എന്ന് വന്നതോടുകൂടി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ കടപൂട്ടി നേരെ നാട് വിട്ടു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരികയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ദേശീയപാത വികസനത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായി തന്നെ അവർ പ്രിഫർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടിരിക്കുന്ന വീതിയിൽ ആ തീരദേശ അല്ലെങ്കിൽ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം അക്വയർ ചെയ്ത് നൽകുകയും ചെയ്തു. അതിനായി ഏകദേശം 6769 കോടി രൂപ, അതായത് മൊത്തം നിർമ്മാണ ചെലവിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് പറയുന്ന ഒരു തീരുമാനം അന്ന് കരാറുകളിൽ ഉണ്ടായിരുന്നു. ആ കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 5580 കോടി രൂപ കേന്ദ്രത്തിന് നൽകുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകുകയും സ്ഥലം ഏറ്റെടുപ്പുകൾ പൂർത്തീകരിക്കുകയും റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങുകയും ചെയ്തു. പലയിടങ്ങളിലും നമ്മളിപ്പോൾ പുതിയ ദേശീയപാത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനിയുമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിൽ പൂർണ്ണമായി തുക കൊടുത്തിട്ടില്ല. ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചു, 6769 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകേണ്ടത്. എന്നാൽ അതിൽ 5580 രൂപയാണ് ഇതുവരെ നൽകിയിരിക്കുന്നത്. അപ്പോൾ കണക്കുകൾ പ്രകാരം ഏകദേശം 1189 കോടി രൂപ ഇനിയും സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ, എങ്കിലേ ആ 25% പൂർത്തീകരിക്കൂ. 25% എന്നുള്ള നിലയിൽ NHAIക്ക് നൽകേണ്ടതുണ്ട്, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടത്തിയെടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ തുക ബാക്കി കിടക്കുന്നു. അപ്പം ഈ വരുന്ന സർക്കാരിൻ്റെ മുകളിലേക്ക് VD സതീശൻ നയിക്കുന്ന പിന്നെ ഈ UDF സർക്കാരിൻ്റെ തലയിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ബാധ്യത 1189 കോടിയുടെ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ബാധ്യത തലയിലുണ്ട് എന്നുള്ള കാര്യം മറക്കേണ്ട. അപ്പം ഇതാണ് ദേശീയപാത. പിന്നീട് ഇതിനകത്ത് വരുന്ന വേറെ ടെക്നിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ഇനിയും വരുന്നത് മറ്റു കാര്യം കൂടി ഉണ്ട്, അതായത് നമ്മുടെ സംസ്ഥാനത്ത് 3 ഗ്രീൻഫീൽഡ് പാതകൾ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ 3 ഗ്രീൻഫീൽഡ് പാതകൾക്ക് ഏകദേശം 4440 കോടി രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പദ്ധതിയും അല്ലെങ്കിൽ ഈ തുകയും ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ തിരുവനന്തപുരത്ത് വരുന്ന ഔട്ടർ റിംഗ് റോഡുണ്ട് തിരുവനന്തപുരത്തിന്. ആ ഔട്ടർ റിംഗ് റോഡിൻ്റെ ഏകദേശം 25 മുതൽ 50% വരെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുക നൽകേണ്ടതും സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായി നിൽക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കരാർ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ് കേന്ദ്രവുമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന, അതായത് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന നിയുക്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മുന്നിലുള്ള വലിയ ബാധ്യതകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നിതിൻ ഗഡ്കരിയെ പോലെ ഒരാളാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി കേന്ദ്രത്തിലിരിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രവുമായി മുന്നോട്ട് പോയേ മതിയാകൂ, കേന്ദ്രവുമായി നല്ലൊരു ബന്ധമുണ്ടാക്കി വെച്ചേ മതിയാകൂ. നമ്മൾ പച്ചയ്ക്ക് ചിന്തിക്കുമ്പോൾ, അതായത് മറ്റ് കാപട്യത്തോടെയോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധിയോടുകൂടിയോ ചില രാഷ്ട്രീയ ഡീലുകളെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാതെ അതിനെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി ചിന്തിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ മന്ത്രിസഭ അല്ലെങ്കിൽ UDFൻ്റെ മന്ത്രിസഭ, കോൺഗ്രസ് ആണ് നേതൃത്വം വഹിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് തന്നെയാണ് ദേശീയ തലത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നത്, രാഹുൽ ഗാന്ധി. അപ്പം ഇവർ തമ്മിലുള്ള നമ്മുടെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും കേരളത്തിൽ മുടങ്ങില്ല എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിച്ച് മുന്നോട്ട് പോവുകയേ സാധ്യതയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ സ്റ്റിഫായിട്ടുള്ള ചില നിലപാടുകളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇതിനകത്തൊക്കെ ഈ പറയുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയെടുക്കുകയും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് വേണ്ട പണം കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.
അപ്പം മറ്റൊരു കാര്യം ഇതിനകത്ത് ഇനി ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യം, കരാറിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുമായി തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ദേശീയപാത വികസനം എന്ന് പറയുന്നത് ഒരു വഴിമുട്ടിയ കേസായി മാറാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. കാരണം 1189 കോടി രൂപ ഇനിയും സംസ്ഥാനം നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം AK ആന്റണി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പാപ്പരായ ഒരു സംസ്ഥാനമാണ് കേരളം. 2001 ഈ AK ആന്റണി അധികാരത്തിൽ കയറുന്ന സമയത്തുണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യത്തേക്കാൾ 10 ഇരട്ടി സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്ന് കേരളം നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായ മറുപടി KN ബാലഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. കാരണം ഈ സംസ്ഥാനത്ത് 6000 കോടി ഇപ്പോഴുമുണ്ട്. സംസ്ഥാന സർക്കാരുടെ DAയും DRും എല്ലാം കുടിശ്ശിക അടക്കം കൊടുത്തു തീർന്നിട്ടും ഇപ്പോഴും 6000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അസറ്റായിട്ട് അല്ലെങ്കിൽ ഖജനാവിലുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സർക്കാരിൻ്റെ ഒരു വിജയം. പദ്ധതികൾ മുടങ്ങുമ്പോഴല്ല. ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ പകുതി പൊളിച്ചിട്ട് ദേശീയപാത നമുക്കാർക്കും വേണ്ട. അപ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന തലത്തിലേക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകളും അതോടൊപ്പം തന്നെ ചില യാത്രകളുമൊക്കെ ആവശ്യമായി വരും. പിന്നെ തന്നെയുമല്ല, ഇനി ഇത് ദേശീയപാതയുടെ കണക്കുകൾ മാത്രം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഇനിയും വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജൂൺ മാസമാണ്. നമുക്ക് വേനൽ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഈ ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത 2 എണ്ണമാണ്. ഒന്ന്, കാലവർഷം എന്ന് പറയുന്ന മൺസൂൺ കാലം നമ്മുടെ കേരളത്തിലേക്ക് ആഞ്ഞു വീശാൻ പോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2, നമ്മുടെ സ്കൂൾ കുട്ടികളുടെ സ്കൂൾ തുറപ്പ്, പ്രവേശനോത്സവം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാലവുമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 സുപ്രധാന വകുപ്പുകൾ വളരെ അഗ്രസീവായി അല്ലെന്നുണ്ടെങ്കിൽ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കേണ്ട സമയമാണ് ഇതെന്ന് പറയുന്നു. അതായത് 2 വകുപ്പുകൾ മാത്രമല്ല, 3 വകുപ്പുകൾ വളരെ കൃത്യമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ പറയുന്നത് ധനകാര്യ വകുപ്പ് കൃത്യമായിരിക്കണം. 2, ആരോഗ്യം. 3, വിദ്യാഭ്യാസം. ഈ 3 വകുപ്പുകളെ വളരെ കൃത്യമായി ഏകോപിപ്പിച്ചാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന സ്കൂൾ തുറപ്പും അതോടൊപ്പം മഴക്കാലം വരുന്നു. ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാര്യം, പകർച്ചപ്പനികൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ, സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവർക്ക് പഠനത്തിനാവശ്യമായ കാര്യങ്ങൾ ഉറപ്പാക്കുക, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ, പുസ്തകങ്ങൾ അവരിലേക്ക് എത്തിക്കുക, അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസ വകുപ്പിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, സ്കൂളുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക, ഫിറ്റ്നസ്സുകൾ കൃത്യമായി പരിശോധിക്കുക, അങ്ങനെ തുടങ്ങി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ്സിനെ കുറിച്ച് കൃത്യമായി ഗതാഗത വകുപ്പുമായി ചേർന്നുകൊണ്ട് അതിനുവേണ്ട പരിശോധനകൾ പൂർത്തിയാക്കുക, അങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ സ്കൂൾ തുറക്കുകയും കാലവർഷം തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം ഈ റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇനിയിപ്പം കുറച്ച് കാലത്തേക്ക് ആ റോഡുകൾക്ക് പ്രശ്നം വരില്ല. കാരണം കഴിഞ്ഞു പോയ സർക്കാർ അതെല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇനിയും ചെയ്യാൻ പോകുന്ന ദേശീയപാത അടക്കമുള്ള റോഡുകളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ചില ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം 15-നോ 20-നോ മറ്റോ ആണ്, ജൂണിലാണ് പിന്നെ ഒരു ആദ്യ ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൃത്യമായ രീതിയിൽ വലിയ ആശയക്കുഴപ്പങ്ങളില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ പിന്നെ കേന്ദ്രവുമായുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുത്തി ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ പലതിനെയും നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന് VD സതീശൻ എന്ന് ഓർത്താൽ നന്നാവും. ഇല്ലെങ്കിൽ കേന്ദ്രം തന്നെ ഈ പറയുന്ന കേന്ദ്രത്തിനോട് ഒരുപാട് പടവെട്ടേണ്ടി വരും എന്നുള്ള കാര്യവും VD സതീശൻ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.